എല്ലാവർക്കും ബ്രെയിൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷയുടെ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 2-3 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിലബസും അതുപോലെ 1-2 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോഴ്സ് എന്താണ്, പ്രഷർ എന്താണ്, അതേപോലെ കുറച്ച് 2-3 ലോസ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അതേപോലെ പാസ്കൽസ് ലോ, പിന്നെ സർഫസ് ടെൻഷൻ, ക്യാപിലാരിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സുകൾ കാണണം എന്നുള്ളവർക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്, കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് ഫോഴ്സ് എന്നുള്ളത് ആദ്യം നോക്കാം. ബലം അല്ലേ, മലയാളത്തിൽ ഫോഴ്സിൻ്റെ മീനിങ് ആണ് ബലം. എഫ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. സിമ്പിളി നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം, ഒരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുൾ ചെയ്യുക, അതാണ് ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പുഷ് ഓർ പുൾ അപ്പോൺ ആൻ ഒബ്ജക്റ്റ് റിസൾട്ടിങ് ഫ്രം ദി ഒബ്ജക്ട്സ് ഇൻറ്ററാക്ഷൻ വിത്ത് അനദർ ഒബ്ജക്റ്റ്. സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ളതാണ്. ഇറ്റ് ഈസ് എ പുഷ് ഓർ ഫുൾ അപ്പോൺ ആൻ ഒബ്ജക്റ്റ്. ദിസ് ഈസ് നോൺ ആസ് ഫോഴ്സ്. എന്താണ്, ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ കൊടുക്കുന്ന പുഷ് അല്ലെങ്കിൽ പുൾ, ഇതാണ് ഫോഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ ഗ്ലാസ് ഡോർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ് ഡോറിന് നമ്മൾ ഒന്നെങ്കിൽ പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുൾ ചെയ്യുക, അത് ഡോറിൻ്റെ സെറ്റിങ്സ് അനുസരിച്ചിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിന്, അതായത് ആ ഒരു ഗ്ലാസ് ഡോറിന് ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും ഒരു സ്ഥാനമാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ഒബ്ജക്റ്റിന് ആ ഒരു നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും കുറച്ച് ഒരു ഡിസ്പ്ലേസ് ചെയ്യുന്നു, അതായത് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അവിടെ ഉണ്ടാകുന്നതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിടികിട്ടിയില്ലേ? അപ്പോൾ എക്സാമ്പിൾ അങ്ങനെയാണ്. അപ്പോൾ എന്താണ്, ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ എന്താണ്, അതിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഒബ്ജക്റ്റിന് അവിടെ നിന്ന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഇനി ഈ ഫോഴ്സിന് നമുക്ക് ഒരു യൂണിറ്റ് കൊടുക്കണം. എന്താണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്? SI സിസ്റ്റത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടനാണ്. ക്യാപിറ്റൽ N വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓർത്ത് വയ്ക്കുക, ഫോഴ്സിൻ്റെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ ന്യൂട്ടൻ. ഇനി CGS എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. ആ CGS യൂണിറ്റാണ്, ഫോഴ്സിൻ്റെ CGS യൂണിറ്റാണ് ഡൈൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുവിധം എല്ലാ എക്സാമുകൾക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? ഡൈൻ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഫോഴ്സിൻ്റെ യൂണിറ്റുകൾ പഠിച്ചു. SI സിസ്റ്റത്തിൽ ന്യൂട്ടൻ, CGSലാണ് വെച്ചാൽ ഡൈൻ എന്ന് പറയുന്നു. ഇനി ഈ ഫോഴ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതേ ഡയറക്ഷനിലായിരിക്കും ആ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത്. ഓക്കെ ആണോ? എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ഒരു ഫോഴ്സ്, ഒരു മേശ നമ്മൾ തള്ളുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ വലത് ഭാഗത്തേക്ക് ഫോഴ്സ് കൊടുത്തിട്ട് വലത് ഭാഗത്തേക്കാണ് ആ മേശ തള്ളുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇടത് ഭാഗത്തേക്ക് പോവില്ല, ഇല്ലല്ലോ. അതെന്താണ്, നമ്മൾ ഏത് സൈഡിലേക്കാണോ കൊടുക്കുന്നത്, വലത് സൈഡിലേക്ക് ഉന്തിക്കഴിഞ്ഞാൽ ആ മേശയ്ക്ക് ഏത് ഭാഗത്തേക്കാണ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, വലത് ഭാഗത്തേക്കാണ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ്, ഫോഴ്സിന് ഒരു ഡയറക്ഷനുണ്ട് ഇല്ലേ, അതൊരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആ ഒരു അളവ് എന്ന് പറയുന്നത് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യിക്കുന്നു. കാരണം എന്താണ്, അതായത് എത്രത്തോളം മാക്സിമം ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രായത്തിലുള്ള ഒരാളും അതേപോലെ ഒരു ചെറിയൊരു കുട്ടിയും മേശ തള്ളുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിൻ്റെ അളവും കുട്ടി കൊടുക്കുന്ന ഫോഴ്സിൻ്റെ അളവെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനൊക്കെ കുറവായിരിക്കും ഒരു കുട്ടി കൊടുക്കും, ഒരു മേശ തള്ളുമ്പോൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഫോഴ്സിൽ പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റും ആ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്നു. അപ്പോൾ ഫോഴ്സിനെ
ഡിപ്പെൻഡ് ചെയ്യുന്ന ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ളതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഇതിനുള്ള പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ വെക്റ്റർ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സലറേഷൻ. എഫ് ഇസ് ഈക്വൽ ടു എം എ. അതാണ് ഇക്വേഷൻ. ഓർത്ത് വയ്ക്കുക, എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ്, എം എന്ന് പറയുന്നത് മാസ്, എ എന്ന് പറയുന്നത് ആക്സലറേഷൻ. അതിൻ്റെ രണ്ടിൻ്റെയും വെക്റ്റർ പ്രോഡക്റ്റാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇനി നമ്മൾ പറയുന്നത് ഫോഴ്സിൻ്റെ 2 ടൈപ്സ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? കോണ്ടാക്റ്റ് ഫോഴ്സും നെക്സ്റ്റ് വൺ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും. എന്താണ് കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി നമുക്ക് പറയാം ഇറ്റ്സ് എ ഡയറക്റ്റ് ഫോഴ്സ്. അതായത് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും കോണ്ടാക്റ്റ് ഫോഴ്സ്. കോണ്ടാക്റ്റിലൂടെ, അതായത് നമ്മുടെ ബോഡിയായിട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റായിട്ടോ അല്ലെങ്കിൽ ത്രൂ എ മീഡിയം അങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സുകളാണ് കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പുഷപ്പ് എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് നമ്മുടെ ബോഡി ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അവിടെ ഫോഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാകുന്നു. അതാണ് കോണ്ടാക്റ്റ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫീൽ ചെയ്യും, ആ ഒരു ടച്ചിങ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് കോണ്ടാക്റ്റ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? മസ്കുലർ ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യുന്ന ഫോഴ്സുകളാണ് കോണ്ടാക്റ്റ് ഫോഴ്സുകൾ. നോൺ കോണ്ടാക്റ്റ് ഫോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ഫോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അവിടെ എന്താണ്? നോ ഡയറക്റ്റ് കോണ്ടാക്റ്റ്. അവിടെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അത് സ്പേസിലൂടെ, ത്രൂ സ്പേസിലാണ് ഉണ്ടാകുന്നത്, വിത്തൗട്ട് മേക്കിംഗ് എനി കോണ്ടാക്റ്റ് വിത്ത് ദ ബോഡി. ബോഡിയായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ ഉണ്ടാകുന്ന ഫോഴ്സാണ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. ഇത്രയാണ് 2 ടൈപ്പ് ഫോഴ്സ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഫോഴ്സിനെ നമ്മൾ പ്രോപ്പർട്ടി ബേസിസിൽ ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. കോണ്ടാക്റ്റ് ഫോഴ്സ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സൊക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതേപോലെ നമുക്ക് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് പിന്നെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? മാഗ്നറ്റിക് ഫോഴ്സ് പ്രോപ്പർട്ടിയാണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫോഴ്സായിട്ട്, ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റിയെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊക്കെ പറയാം അല്ലേ? അതേപോലെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഒരു ടൈപ്പാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എൻ ഒബ്ജക്റ്റ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ദിസ് ഈസ് നോൺ ആസ് ട്രസ്റ്റ്. എന്താ പറയുന്നത്? സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ ഒരു ടൈപ്പ് ആണ് ട്രസ്റ്റ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫോഴ്സ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. ട്രസ്റ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതൊരു ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റും എന്താണ്? ന്യൂട്ടൺ തന്നെയാണ്. ഓർത്ത് വയ്ക്കുക, ന്യൂട്ടൺ തന്നെയാണ് ട്രസ്റ്റിൻ്റെയും യൂണിറ്റ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ് ഓഫ് എ ബോഡി. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ്, അതായത് ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സാണ് ട്രസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരു തറയിൽ, ഒരു സർഫസ് കിടക്കുന്നത് എങ്ങനെയാണ്? ഒരു ഹൊറിസോണ്ടലായിട്ടാണ് സർഫസ് കിടക്കുന്നത് അല്ലേ? ഇതിപ്പോൾ ഒരു ഫ്ലോറാണെന്ന് വിചാരിക്കുക. എന്താണ്? ഹൊറിസോണ്ടലായിട്ടാണ് അത് കിടക്കുന്നത്. ഇനി ഈ ഒരു തറയിൽ നമ്മളൊരു ബോക്സ് വെക്കുകയാണ്. ഓക്കെ, ബോക്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 ന്യൂട്ടനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. 10 ന്യൂട്ടൺ വെയിറ്റുള്ള ഒരു ബോക്സ് നമ്മൾ തറയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ നമ്മൾ ട്രസ്റ്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എൻ ഒബ്ജക്റ്റ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണെന്ന് പറഞ്ഞു. ഇനി ഈ ബോക്സിലേക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ സർഫസിലേക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് താഴേക്കാണ്.
ആണല്ലോ. അപ്പോൾ ഈ ഹൊറിസോണ്ടലായിട്ടുള്ള സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇതാണ് ട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ് ഓഫ് ബോഡി. ഇവിടെ ഇപ്പോൾ എന്താണ് ടോട്ടൽ ഫോഴ്സ് എങ്ങനെ കണക്കാക്കുക? ഇവിടെ ഇപ്പോൾ ആകെ ഒരു ബോഡിയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 10 ന്യൂട്ടനാണ്. അപ്പോൾ അതുതന്നെയാണ് എന്ത് ട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് 10 ന്യൂട്ടനായിട്ട് നമുക്കിവിടെ കിട്ടും. ഇനി ഇതിനെ വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഒരു തറയിൽ എന്താണ് ഒരാൾ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 500 ന്യൂട്ടനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതേ കേസിലുള്ളതുപോലെ സർഫസ് ഹൊറിസോണ്ടലായിട്ടാണ്. പിന്നെ എന്താണ് ഈ പറയുന്ന ഇദ്ദേഹത്തിലേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, അത് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 500 ന്യൂട്ടനാണ് അവിടുത്തെ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഇനി ഒരു സർഫസിൽ നമ്മളെന്താണ് ഇദ്ദേഹം കിടക്കുകയാണെന്ന് വിചാരിക്കുക. കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വെയിറ്റിൽ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. എത്രയാണ്? 500 ന്യൂട്ടൺ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടാണ് അവിടുത്തെ സർഫസ്. പിന്നെന്താണ് ഒരു ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും, പെർപെൻഡിക്കുലറായിട്ട് വരുന്നു. ട്രസ്റ്റ് എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ തന്നെയായിരിക്കും ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ ഓർക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇത് ഏരിയ. ഓക്കെ, അദ്ദേഹം നിൽക്കുന്ന ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. നേരെ മറിച്ച് ഇവിടെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കിടക്കുകയാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഏരിയ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളൊരു ഇതിപ്പോൾ നിരന്നിട്ടുള്ളൊരു സർഫസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണൽത്തിട്ടൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നിൽക്കുന്ന സമയത്ത് എന്താണ് ഒന്ന് താഴേക്ക് നമ്മൾ പോവും, ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങി നിൽക്കും അല്ലേ, മണൽത്തിട്ടയിലൊക്കെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, ഏരിയ കുറയുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതേപോലെ ഇവിടുത്തെ ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ലാർജാണ് അല്ലേ, ഇത്രയും ഉണ്ട്. അദ്ദേഹം കിടക്കുകയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ഇത്രയും ഏരിയയിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിടക്കുന്നത്. അപ്പോൾ ഇവിടേക്കുള്ളാവുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് പറയാം? അപ്പോൾ അവിടുത്തെ ഫോഴ്സിനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോൾ ഏരിയ കുറയുന്ന സമയത്ത് ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഏരിയ കൂടുന്ന സമയത്ത് ഫോഴ്സ് കുറവായിരിക്കും. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമുക്ക് പ്രഷർ എന്ന് പറയുന്ന ടേം F/A, ഇത് നമുക്ക് ഇനി വരുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. F/A എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ force acting on the surface of body. It is always acting on the object perpendicular to the surface. Perpendicular ആയിട്ട് പതിക്കുന്ന ഫോഴ്സാണ് ട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഏരിയ കുറയുന്ന സമയത്ത് ഫോഴ്സ് കൂടുന്നു, ഏരിയ കൂടുമ്പോൾ ഫോഴ്സ് കുറയുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഈ ട്രസ്റ്റ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ പ്രഷറിൻ്റെ ഇക്വേഷൻ നേരത്തെ കണ്ടെത്തി അല്ലേ? അതായത് ആ രണ്ട് ആൾ കിടക്കുന്ന രണ്ട് സിറ്റുവേഷൻസ് നമ്മൾ നോക്കിയിട്ട് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ട്രസ്റ്റ് ബൈ ഏരിയ, അതായത് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ട്രസ്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റ് ബൈ ഏരിയ. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു ഫോഴ്സിൻ്റെ എഫക്റ്റാണ് പ്രഷർ എന്ന് പറയുന്നത് അല്ലേ? ഇറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ട്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ട്രസ്റ്റിനെയാണ് നമ്മൾ
പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറയുന്നത്? ട്രസ്റ്റ് ബൈ ഏരിയ. നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടെത്തി. അതായത് അവിടെ എന്താണ്? ട്രസ്റ്റും ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ, പി എ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. 1 പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 1 ന്യൂട്ടൺ ബൈ 1 മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ എന്ന് പറയുന്നത് ട്രസ്റ്റിൻ്റെ യൂണിറ്റ്, മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റ് അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്ക് 1 പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് പറയാം. അതായത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ. ഇനി ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് 2 ഫാക്ടറുകളെയാണ് മെയിനായിട്ട്. 2 ഫാക്ടറുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഫോഴ്സ് അല്ലെങ്കിൽ ട്രസ്റ്റ്. എങ്ങനെയാണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അത് നമുക്ക് ഈ ഇക്വേഷൻ തന്നെ കിട്ടും അല്ലേ. ഫോഴ്സ് പ്രഷർ ഈസ് ഈക്വൽ ടു ട്രസ്റ്റ് ബൈ ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ട്രസ്റ്റും ഏരിയയാണ്. ട്രസ്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. ഓക്കെ, ഇത്രയോ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ടേബിളാക്കിയിട്ട് എഴുതിയതാണ്. ഇത് നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ട്രസ്റ്റ് എന്താണ്, പ്രഷർ എന്താണ്, ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. അതെന്താ പറയുന്നത്? ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പുഷർ പുള്ളാണെന്ന് പറയുന്നു. പ്രഷർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു? ഒരു ഫോഴ്സിൻ്റെ ഒരു എഫക്റ്റാണ്. അതുപോലെ ട്രസ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ. ഇവിടെ ഓർത്ത് വയ്ക്കേണ്ടത് എന്താണ്? ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ഫോഴ്സ്. ട്രസ്റ്റ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റാണ് ഡൈനാമോമീറ്റർ. പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് മാനോമീറ്ററാണ്. പിന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, മറ്റേത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഫേസിൽ, എഡ്ജിൽ, സൈഡ്സിൽ, വെർട്ടിസസിലൊക്കെ ആക്ട് ചെയ്യുന്നു. പ്രഷർ എന്ന് പറയുന്നത് ഓൺലി ദ ഫേസ് ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൽ പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പാസ്കൽസ് ലോ. ഓക്കെ, എന്താണ് പാസ്കൽസ് ലോ എന്ന് നോക്കാം. ഇതിന് ആദ്യം ഇതൊന്ന് മനസ്സിലാക്കിക്കുക. ഫ്ലൂയിഡിൽ ആണ് ഈ ഒരു പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്? ഫ്ലൂയിഡ്സിലാണ് ഈ പറയുന്ന പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താണ് പാസ്കൽസ് ലോ എന്ന് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ബലൂൺ എടുത്തിട്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കാം. നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം ടൈറ്റായിട്ട് അതിനെ കെട്ടി വയ്ക്കുക. അങ്ങനെ കെട്ടി വെച്ചിട്ട് ആ ബലൂണിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കുറച്ച് ഹോൾസ് ഉണ്ടാക്കുക. ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ബലൂണിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം വെള്ളം എന്ത് ചെയ്യുന്നു? എല്ലാ ഹോളുകളിലൂടെയും മാക്സിമം വെള്ളം നമ്മൾ പ്രഷർ ചെയ്യുന്നതിനനുസരിച്ച് അത്രയും ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം എന്ത് ചെയ്യുന്നു? ഹോളിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു കേസ്. ഇനി പാസ്കൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ബലൂണ് ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത്തരത്തിൽ അടച്ചു വച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ ഫ്ലൂയിഡിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു ഫ്ലൂയിഡിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രഷർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ പ്രഷർ ആ ഫ്ലൂയിഡിൻ്റെ മൊത്തം ഭാഗത്തേക്ക് എന്താ പറയുന്നത്? ആ ഒരു പാത്രത്തിലെ ഫ്ലൂയിഡിലെ മൊത്തം ഭാഗത്തേക്ക് അത് ഒരുപോലെ കിട്ടുന്നു. ഇതിനെയാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡെഫിനിഷൻ നോക്കാം. ആൻ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ്. നോക്കുക, എന്താണ് എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എപ്പോഴും അടച്ചൊരു പാത്രത്തിലുള്ള കേസാണ് പാസ്കൽസ് ലോയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എൻക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡിൽ ഈ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് യൂണിഫോംലി. ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിഫോം ആയിട്ട്, അതായത് ഒരേപോലെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദി ലിക്വിഡ്. ആ ഒരു ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ലിക്വിഡ്, അതായത് ആ ഒരു ലിക്വിഡിൻ്റെ മൊത്തം എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ടാണ് ആ ഒരു പ്രഷർ അപ്ലിക്കബിൾ ആകുന്നത്. ഇതാണ് പാസ്കൽസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാനൊരു കണ്ടെയ്നർ കൊടുത്തിട്ടുണ്ട്, എൻക്ലോസ് ചെയ്തിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. ഇതിലെന്താണ് എഫ് ഇൻ എന്ന് പറയുന്നത് ആ ഭാഗത്ത് കൊടുക്കുന്ന പ്രഷർ, നമ്മൾ കൊടുക്കുന്ന പ്രഷർ. എ എന്ന് പറയുന്ന ആ ഭാഗത്തെ ഏരിയ. പിന്നെ ഈ ഭാഗത്തുള്ള എഫ് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്?
അതിൻ്റെ അങ്ങനെ പ്രഷർ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ സൈഡിലുണ്ടാകുന്ന ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഫോഴ്സും അതേപോലെ എ ഔട്ട് എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള ഏരിയയുമാണ്. ഇപ്പോൾ പാസ്കൽസിലോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഫ്ലൂയിഡ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലൂയിഡിൻ്റെ മൊത്തം ഭാഗത്തേക്ക് യൂണിഫോമായിട്ട് ആ ഒരു പ്രഷർ എഫക്റ്റ് ഉണ്ടാകുന്നു. പ്രഷർ അറ്റ് എ പോയിൻ്റ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷൻസിലും ഒരുപോലെയാണത് അപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാസ്കൽസ് ലോ പ്രകാരം നമുക്കിങ്ങനെ എഴുതാം: പ്രഷർ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു പ്രഷർ ഔട്ട്പുട്ട് അല്ലേ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. നമ്മൾ കൊടുക്കുന്ന അതേ പ്രഷറാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ടും കിട്ടുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രഷർ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു പ്രഷർ ഔട്ട്പുട്ട് എന്ന് എഴുതാം. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F/A ആണെന്ന് പറഞ്ഞു. അപ്പോൾ F in by A in ഈക്വൽ ടു F out ഡിവൈഡഡ് ബൈ A out. ഓക്കെ, ഇത്രയാണ് പാസ്കൽസ് ലോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു പാസ്കൽസ് ലോ വെച്ചിട്ട് നമുക്ക് 1-2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാണ്ട് അത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അത് വെച്ചിട്ടൊക്കെ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ട് 1-2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുകയാണ്. ആദ്യം നമുക്ക് ഫോഴ്സിനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ ഒരു കണ്ടെയ്നർ ഇവിടെ വെച്ചിട്ടുണ്ട്, എൻക്ലോസ് ചെയ്യപ്പെട്ടതാണ്. ഇവിടെ F1A1 എന്ന് പറയുന്നത്, F1 എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഭാഗത്തുള്ള പ്രഷർ, A1 എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ, F2 എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൻ്റെ ഭാഗത്തുള്ള ഫോഴ്സ്, A2 എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള ഏരിയ. ഇനി ഇവിടെ ഞാൻ PX PY എന്ന് കൊടുത്തിട്ടുണ്ട്. PX എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഭാഗത്തുള്ള പ്രഷർ, PY എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൻ്റെ ഭാഗത്തുള്ള പ്രഷർ. ഓക്കെ, പാസ്കൽസ് ലോ പ്രകാരം നമ്മുടെ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? P ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ A ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ PX എന്ന് പറഞ്ഞ് നമുക്ക് പാസ്കൽ ലോ പ്രകാരം എന്താണ്? PX ഈക്വൽ ടു PY അല്ലേ. P ഇൻപുട്ടും P ഔട്ട്പുട്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ F1 ഡിവൈഡഡ് ബൈ A1 ഈക്വൽ ടു F2 ഡിവൈഡഡ് ബൈ A2 ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ F1 A2 ഈക്വൽ ടു F2 A1. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് സ്മോളാണ് അല്ലേ. ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വലുതാണ് ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഏരിയ നമ്മൾ കണക്കാക്കുമ്പോൾ A2 എന്ന് പറയുന്നത് 100 ടൈംസ് A1 ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ്? F1 A2 എന്താണെന്നാണ് പറഞ്ഞത്? 100 ടൈംസ് ഓഫ് A1 ഈക്വൽ ടു F2 ഇൻറ്റു A1. ഇനി നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ഭാഗത്തുള്ള ഫോഴ്സ് ആക്കിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ മാറ്റുമ്പോൾ F2 ഈക്വൽ ടു എന്തൊക്കെയാണ് വരിക? F1 ഇൻറ്റു 100 A1 ഡിവൈഡഡ് ബൈ A1. രണ്ട് സൈഡിലും A1 ഉണ്ട്, A1 ക്യാൻസലായി. അപ്പോൾ നമുക്ക് ഫോഴ്സിനുള്ള ഇക്വേഷൻ കിട്ടി. F2 ഈസ് ഈക്വൽ ടു 100 F1. ഓക്കെ, ഇതാണ് ഫോഴ്സിനുള്ള ഇക്വേഷൻ. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതേപോലെ ഇവിടുന്ന് വർക്കും കണ്ടുപിടിക്കാം. എങ്ങനെയാണ് വർക്ക് കണ്ടുപിടിക്കുക? വർക്കിൻ്റെ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് D ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ നോക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഇവിടേക്കൊരു ഇൻപുട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? ഇതും കൂടി കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ D1 എന്ന് എടുക്കുന്നു. അതേപോലെ എത്രയാണോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് അതേ ഡിസ്പ്ലേസ്മെൻറ്റ് അതേ അളവിൽ ഇങ്ങോട്ടും ഇതിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു, ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. അതിനെ നമ്മൾ D2 ആയിട്ട് കൺസിഡർ.
ഇവിടെ നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രഷർ ഈക്വൽ ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ വർക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ WX ഈസ് ഈക്വൽ ടു WY ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് F1 D1 ഈക്വൽ ടു F2 D2. ഓക്കെ, ഇവിടെ നമ്മൾ ഏരിയയുടെ കേസിൽ പറഞ്ഞ A2 എന്ന് പറയുന്നത് 100 ടൈംസ് ഓഫ് A1 ആണെന്ന് പറഞ്ഞു. അതേപോലെ D1 എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ല സോറി, F1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സോറി F2 ഫോഴ്സ് F2 ഈസ് ഈക്വൽ ടു 100 ടൈംസ് ഓഫ് F1 ആയിരിക്കും. ഓക്കെ, ഏരിയ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സിനെയാണ് നമ്മൾ വർക്കിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നത്. F2 ഈ ഭാഗത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 100 ടൈംസ് ഓഫ് F1 ആയിരിക്കും. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് F1 D1 ഈക്വൽ ടു F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ടൈംസ് ഓഫ് F1 ഇൻറ്റു D2. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ എന്താണ്, രണ്ട് സൈഡിലും F1 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ D1 ഈസ് ഈക്വൽ ടു 100 ടൈംസ് ഓഫ് D2. ഇതാണ് ഇക്വേഷൻ. ഇപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെയും വർക്കിൻ്റെയും ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു F1, D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 D2. ഈ രണ്ട് ഇക്വേഷൻസും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. പാസ്കൽസിൽ ബേസ് ചെയ്തിട്ട് ഫോഴ്സിനും വർക്കിനുള്ള ഇക്വേഷൻ കിട്ടി. F2 ഈസ് ഈക്വൽ ടു 100 F1, D1 ഈസ് ഈക്വൽ ടു 100 D2. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് നോക്കണം. പാസ്കൽസിൽ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്സിലൊക്കെ എന്താണ് പാസ്കൽസിലുമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതേപോലെ ഫോഴ്സ് ആംപ്ലിഫിക്കേഷൻ ഇൻ ദ ബ്രേക്കിംഗ് സിസ്റ്റം ഓഫ് മോസ്റ്റ് മോട്ടോർ വെഹിക്കിൾസിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റത്തിലൊക്കെ പാസ്കൽസിലുമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ യൂസ്ഡ് ഇൻ വാട്ടർ ടവേഴ്സ്, ഡാമുകളിലും വാട്ടർ ടവേഴ്സുകളിലൊക്കെ പാസ്കൽസിലുമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്ക്യൂബ ഡ്രൈവേഴ്സൊക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പോകുന്നത്. അതേപോലെ ഇനി അടുത്തത് പറയാനുള്ളതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. പാസ്കൽസിലും എന്താണെന്ന് പഠിച്ചു, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ നമ്മൾ ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുകയാണ്, അതായത് മുക്കി വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ആൻ അപ്വേർഡ് ഫോഴ്സ്. എന്താ പറഞ്ഞത്, ഒരു ബോഡി നമ്മൾ ഒന്നുകിൽ ഫുള്ളായോ അല്ലെങ്കിൽ പാർഷ്യലോ നമ്മൾ ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രത്തോളം വാട്ടറാണ് ആ ഒബ്ജക്റ്റ് വഴി അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഒന്നും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തു പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന ആ ഒരു അപ്വേർഡ് ഫോഴ്സ് അത് ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന്, വെയ്റ്റിന് തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻ വായിച്ചു നോക്കാം. വെൻ എ ബോഡി ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. എന്താ പറയുന്നത്, ഒരു ബോഡി ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഇറ്റ് എക്സ്പീരിയൻസ് ആൻ അപ്വേർഡ് ഫോഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, അപ്വേർഡ് ഫോഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തേക്കുക. ആൻ അപ്വേർഡ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഓക്കെ ആണോ, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടായിരിക്കും. ഇനി ഇവിടെ ഉള്ളൊരു ടേമാണ് ബയോൺ ഫോഴ്സ്. എന്താണ് ബയോൺ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൂയിഡിൻ്റെ പ്രഷർ മൂലം ഉണ്ടാകുന്ന ആ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടല്ലോ, അതായത് മലയാളത്തിൽ അതിന് പ്ലവക്ഷമ ബലം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു അപ്വേർഡ് ഫോഴ്സ് അതിനെയാണ് നമ്മൾ ബയോൺ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ഓർ ഫ്ലോട്ടഡ് ഓൺ ദ സർഫസ് ഓഫ് ദി ഫ്ലൂയിഡ് അണ്ടർ സ്റ്റാറ്റിക് കണ്ടീഷൻ എ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് ഡ്യൂ ടു ദ ഫ്ലൂയിഡ് പ്രഷർ.
എന്താണ് ഫ്ലൂയിഡ് പ്രഷർ മൂലം ഉണ്ടാകുന്ന അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ ബയോൺ ഫോഴ്സ് എന്ന് പറയുന്നത്. ബയോൺ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബയോൺ ഫോഴ്സിൻ്റെ ഇക്വേഷൻ? എഫ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബയോൺ ഫോഴ്സാണ്, ഈക്വൽ ടു മൈനസ് ഓഫ് റോ ഇൻറ്റു ജി വി. ആ സിമ്പലിന് നമ്മൾ റോ എന്നാണ് വായിക്കുന്നത്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഡെൻസിറ്റി, ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വി എന്ന് പറയുന്നത് ഫ്ലൂയിഡിൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ ബയോൺ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് റോ ഇൻറ്റു ജി ഇൻറ്റു വി. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ. ഷിപ്സ് ഫ്ലോട്ട് ഓൺ ദ സീ സർഫസ്. എന്താണ്? കപ്പലുകളൊക്കെ സീ വാട്ടറിൻ്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ സർഫസിൽ എന്തുണ്ട്? സർഫസിൽ നിന്ന് സർഫസിലേക്ക് ഈ ഒരു കപ്പൽ ഇമ്മേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത് ശരിക്കും, അല്ലേ? അപ്പോൾ ആ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ്? അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് ഒരു അപ്വേർഡ് ഫോഴ്സും ഉണ്ട്, അതേപോലെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കും ഉണ്ട്, അല്ലേ? അപ്പോൾ മുകളിലേക്കും താഴേക്കും രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഷിപ്പുകൾ സീ സർഫസിൽ ഫ്ലോട്ട് ചെയ്യപ്പെടുന്നത്. അത് ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ എന്തൊക്കെയാണ്? അതേപോലെ അപകടമില്ലാത്ത വിധത്തിൽ കപ്പലിൻ്റെ ഭാരം കയറ്റുന്നതിന് സഹായിക്കുന്ന സൂചക രേഖകളെ നമ്മൾ പ്ലിംസോൾ ലൈനുകൾ എന്ന് പറയും. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ഇറഗുലർ ഷേപ്പ്. ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പുകളുള്ള ഒബ്ജക്റ്റുകളുടെ വോളിയം കണക്കാക്കാൻ നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതായത് കപ്പലിൻ്റെ കേസിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്കും ബയോൺ ഫോഴ്സ് മുകളിലേക്ക്. എല്ലാ കേസുകളിലും അങ്ങനെ, കപ്പലിൻ്റെ എന്ന് മാത്രമല്ല, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നോക്കുക കേട്ടോ. ഇനി ഇതിൽ വരുന്നൊരു ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്കിതിന് പ്രതലബലം എന്ന് പറയാം. ഓക്കെ, എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ? ഇതൊരു തരത്തിലുള്ള പ്രഷറാണ്. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ഫ്ലൂയിഡ് ഓർ ലിക്വിഡ് സർഫസ് ടു ഷ്രിങ്ക് ഇൻ ടു മിനിമം സർഫസ് ഏരിയ പോസിബിൾ. എന്താണ് പറയുന്നത്? ഇപ്പോൾ നമ്മളൊരു ഇതിന് നമുക്ക് ഒരു ഡെഫിനിഷൻ പോലെ, ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ബലമാണ് പ്രതലബലം എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ എന്താണ്? മോളിക്യൂൾസ് സ്വതന്ത്രമായിട്ടായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക, അല്ലേ? സോളിഡിനെ അപേക്ഷിച്ച് ലിക്വിഡിൽ കുറച്ചും കൂടി ഫ്രീ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഈ ബീക്കറിൽ ഈ വെള്ളത്തിലുണ്ടാകുന്ന സെൻറ്ററിലോ അല്ലെങ്കിൽ ഉൾഭാഗത്തുണ്ടാകുന്ന മോളിക്യൂൾസിന് എന്താണ്? 4 ഭാഗത്തേക്കും അട്രാക്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അവിടെ 4 ഭാഗത്തു നിന്നും ആ ഒരു മോളിക്യൂൾസിൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടാവും. അവർക്ക് കൂടുതൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നാൽ സർഫസ് ഭാഗത്ത്, ഉപരിതലത്തിൽ മോളിക്യൂൾസ് മുകളിലേക്ക് അട്രാക്ഷൻ ഉണ്ടാവില്ല, അല്ലേ? രണ്ട് സൈഡിക്കും അതുപോലെ താഴേക്കൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ മുകൾ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്? അവർ ആ ഒരു ഏരിയയിൽ, അപ്പോൾ ആ ഒരു വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കില്ല, അല്ലേ? അപ്പോൾ വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി അവിടെ ഉള്ളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ടായിരിക്കും. ആ ബലമാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മഴത്തുള്ളികളൊക്കെ ഉണ്ടാവില്ലേ? മഴത്തുള്ളികളൊക്കെ എന്താണ്? ഒരു ഗോളാകൃതിയാണ് അവർക്ക്, അല്ലേ? മഴത്തുള്ളികൾക്ക് ഒരു ഗോളാകൃതിയാണ്. അതിനുള്ള കാരണം ഈ പറയുന്ന സർഫസ് ടെൻഷനാണെന്നാണ് പറയുന്നത്. അതേപോലെ ഇൻസെക്ട്സുകളൊക്കെ ജലത്തിൻ്റെ സർഫസ് ഭാഗങ്ങളിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന സർഫസ് ടെൻഷൻ കൊണ്ടാണ്. പക്ഷേ ഈ ഒരു സർഫസ് ടെൻഷൻ കുറയുന്നത് സോപ്പ് ചേർക്കുന്ന സമയത്ത് ഈ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്?
അവിടെ സോപ്പ് ലായനി സാധാരണ വെള്ളത്തേക്കാളും അഴുക്ക് നീക്കം ചെയ്യാനാണ് സോപ്പ് ലായനികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സോപ്പ് ലായനി ഉപയോഗിക്കുന്നത്? അവിടെ പ്രതലബലം കുറയുന്നു. സോപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രതലബലം കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സർഫസ് ടെൻഷനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് പറയുന്നത്. ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് അറ്റ് ഇൻ്റർഫേസ്, അതൊരു ഫാക്ടറാണ്. അതായത് ഇൻ്റർമോളിക്യൂൾസിലുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പിന്നെ ഫ്ലൂയിഡിൻ്റെ നേച്ചർ, അടുത്തൊരു ഫാക്ടറാണ് ഫ്ലൂയിഡിൻ്റെ നേച്ചർ. അതുപോലെ ഇമ്പ്യൂരിറ്റീസ്, ഫ്ലൂയിഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒരു ഫാക്ടറാണ്, സർഫസ് ടെൻഷനുള്ള ഒരു ഫാക്ടറാണ്. അതേപോലെ അടുത്തൊരു ഫാക്ടറാണ് സർഫസ് ടെൻഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സർഫസ് ടെൻഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സർഫസ് ടെൻഷൻ കുറയുമ്പോൾ അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയുന്നു. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി ഇതിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ക്യാപ്പിലാരിറ്റി. എന്താണ് മലയാളം? കേശികത്വം അല്ലേ? അറിയാവുന്നതായിരിക്കും അല്ലേ? ഈ ഒരു സർഫസ് ടെൻഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ക്യാപ്പിലാരിറ്റി റൈസും ഉണ്ട്, ക്യാപ്പിലാരിറ്റി ഫോളും ഉണ്ട്. ഇറ്റ് ഈസ് ദ ഫിനോമിന ഓഫ് റൈസ് ഓർ ഫോൾ. ഇമ്പോർട്ടൻ്റ് ആണ്. റൈസ് ഓർ ഫോൾ ഓഫ് ലിക്വിഡ് ഇൻ എ ക്യാപ്പിലറി ട്യൂബ് ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ. എന്താ പറഞ്ഞത്? സർഫസ് ടെൻഷൻ മൂലം ഒരു ക്യാപ്പിലറി ട്യൂബിലൂടെയുള്ള ലിക്വിഡിൻ്റെ റൈസ് ഓർ ഫോൾ ആണ് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അതായത് നമുക്കിതിന് വേറെ രീതിയിലും കൂടിയും പറയാം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് ദ്രാവകങ്ങൾക്ക് ഉയരാനുള്ള കഴിവാണ് കേശികത്വം. അല്ലെങ്കിൽ അതായത് ആ ഒരു ഗുരുത്വാകർഷണത്തെ മറികടന്നിട്ട് ദ്രാവകങ്ങൾക്ക് താഴേക്ക് ഫോൾ ചെയ്യാനുള്ള ആ ഒരു കഴിവും കേശികത്വം എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? വിളക്കിൻ്റെ തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്. നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് എണ്ണയിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തിരിയുടെ താഴ്ഭാഗം എണ്ണയിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്യാപ്പിലറിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫിനോമിന ബേസ് ചെയ്തിട്ടാണ് മുകളിലേക്ക് എണ്ണ കയറുന്നത്. അതേപോലെ വേരുകൾ മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നത് ഈ ഒരു ഫിനോമിനെ ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ ഈ പറയുന്ന നമ്മുടെ പെന്നിലുള്ള ഇങ്ക് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇങ്ക് നിറച്ച സമയത്ത് ആ ഒരു ഇങ്ക് മുകളിൽ നിന്ന് താഴേക്ക് പെന്നിൻ്റെ നിബ്ബ് വരെ എത്തുന്നത് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. അവർ ക്യാപ്പിലാരിറ്റി ഫോൾസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അത് ഈ ഒരു ഫിനോമിനയ്ക്ക് എക്സാമ്പിളായിട്ട് പറയാം. കേശിക താഴ്ച, ക്യാപ്പിലാരിറ്റി ഫോൾസ് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതിൽ നമ്മളിപ്പോൾ ഫോഴ്സ് എന്താണ്, പ്രഷർ എന്താണ്, പാസ്കൽ ലോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അതേപോലെ സർഫസ് ടെൻഷൻ, ക്യാപ്പിലാരിറ്റി, ട്രസ്റ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ പാസ്കൽസ് ലോയും ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കുക. സ്ഥിരമായിട്ട് നമുക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യാണ്ടായിരിക്കും. അപ്പം അത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അതേപോലെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ തയ്യാറാക്കിയിട്ടുള്ള നോട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും അതിൽ മോഡിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കമൻറ്റ് ബോക്സ് വഴി അറിയിച്ചാൽ മതി. പിന്നെ അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ ലോസൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്